ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ കോത്തായിമുക്കുന്ന 1 കിലോമീറ്റർ മാത്രം മാറിയിട്ട് ഈ കാണുന്ന ഒരു 9.5 സെൻറ്റ് സ്ഥലം വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട്ടിലെ ചില പ്രോപ്പർട്ടിയൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ പരസ്യം ചെയ്തിട്ടൊക്കെ വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോളേ ഇനി ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ പറഞ്ഞു കേട്ടോ. ഈ റോഡ് വരുന്ന നമുക്ക് നമ്മൾ പയ്യന്നൂർ കോത്തായിമുക്കുന്ന് ചെറുപുഴ പോണ റൂട്ടിൽ കോത്തായിമുക്ക് ടൗണിൽ ഏകദേശം 1 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ കേട്ടോ. ടാറിങ് റോഡാണ്, ഏത് വാഹനങ്ങൾ വേണമെങ്കിലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ ഇതാക്കണം, ഇപ്പുറത്താണ് തുടങ്ങണം കേട്ടോ. ഇപ്പുറത്ത് അങ്ങോട്ടാണ് സ്ഥലം കിടക്കുന്നത്. പിന്നെ അതാ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഇതാക്കണം പ്ലോട്ടിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു വീടൊക്കെ വെച്ച് താമസിക്കാൻ നോക്കണ്ടേ, നമുക്ക് കറണ്ടിൻ്റെ കണക്ഷനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് തന്നെയാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത്. ലെവലായി കിടക്കുന്ന സ്ഥലമാണ്, റോഡ് ലെവലിൽ കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഈ സ്ഥലം പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ പെട്ടിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ വില്ലേജ് വരുന്ന നമുക്ക് വെള്ളൂരാണ്. പിന്നെ ഇതാക്കണ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിരി എൻ്റെ നമുക്ക് ഇവിടം വരെയാണ് വരുന്നത് കേട്ടോ. ചുറ്റുപാടും വീടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടില്ല നമ്മൾ പ്ലോട്ടിൻ്റെ ആ ഒരു സൈഡിലോട്ടാണെങ്കിലും അതുപോലെ ഇപ്പുറം സൈഡിലോട്ടാണെങ്കിലും ചുറ്റുപാടും ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇനി നമ്മളൊരു പ്ലോട്ട് എടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പയ്യന്നൂർ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഓട്ടോക്കാരോട് ആരോട് വന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ ഒരു പ്ലോട്ടിനകത്തോട്ട് നിങ്ങൾ എത്തിക്കിട്ടും. നിങ്ങളുടെ എത്തേണ്ട ലാൻഡ് മാർക്ക് എന്ന് പറയുന്നതാക്കണ ഈ കാണുന്ന അമ്പലമാണ്. പാലയൻ കീഴിൽ ശ്രീ കക്കര ഭഗവതി ക്ഷേത്രം മുണ്ടവളപ്പ് കണ്ടോത്ത്. ഇതാണ് ഇങ്ങോട്ടത്തെ ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇതാക്കണ ആ കാണുന്ന വീടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മളെ സ്ഥലം ഉള്ളത് കേട്ടോ. നമുക്ക് ഇനി കണ്ണൂരിൽ നിന്നൊക്കെ വരികയെന്നൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 42 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പരിയാരം മെഡിക്കൽ കോളേജിലോട്ടാണെങ്കിൽ ഒരു 14 കിലോമീറ്ററും, അതുപോലെ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് ഒരു 5 കിലോമീറ്റർ ദൂരമുള്ളത്. പിന്നെ നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പയ്യന്നൂരാണ്, അങ്ങോട്ട് ഒരു 7 കിലോമീറ്റർ ദൂരമാണുള്ളത് കേട്ടോ. അപ്പോളേ നമ്മൾ പ്ലോട്ടിനകത്തോട്ട് വരുമ്പോൾ നോക്കിയാൽ നിങ്ങൾ ഫുള്ള് ലെവലായി കിടക്കണം, ഒറ്റ പീസും മുതലാണ് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ വീടൊക്കെ വെച്ച് താമസിക്കാൻ നോക്കണ്ടെങ്കിൽ നല്ല ലെവലായി കിടക്കണം കേട്ടോ. പിന്നെ നമ്മൾ സ്ഥലത്തിൻ്റെ ആദ്യം തന്നെ ഫുള്ള് ബൗണ്ടറി എല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്ക്. ഈ സൈഡാണെങ്കിൽ നിങ്ങൾ ഫുള്ള് ഇതേപോലെ കല്ലെല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ട്. അതുപോലെ ആ ഒരു സൈഡാണെങ്കിലും ഇവിടെയും ഫുള്ള് കല്ലെല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സൈഡെല്ലാം 3 ഭാഗം. ഇപ്പോൾ ബാക്ക് സൈഡിലോട്ടാണെങ്കിലും ഇതുപോലെ കല്ല് വെച്ചിട്ടും ഇതേപോലെ ഇങ്ങനെ 3 ഭാഗവും കെട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് പിന്നെ ടാറിങ് റോഡാണല്ലോ ഉള്ളത്. ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് കുറച്ച് തെങ്ങുണ്ട്. തെങ്ങുകളൊക്കെ ഏകദേശം ഒരു 10ഓളം തെങ്ങെല്ലാം ഉണ്ട്. അതുപോലെ ഇതാ കവുങ്ങുണ്ട്, കായ്ക്കണ കവുങ്ങ് ഏകദേശം ഒരു 10-25ഓളം കവുങ്ങെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ കാണുന്നതല്ല ഇത് മാവാണ്. മാവ് ഏകദേശം ഒരു 4ഓളം മാവുണ്ട്, കായ്ക്കുന്ന വലിയ മാവ് തന്നെയാണ്. ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഇത്രയും സംഭവങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ല, നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ വീടൊക്കെ വെച്ച് താമസിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അയൽവാസികളൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പ്ലോട്ടിൻ്റെ ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ ബാക്ക് സൈഡും അതിലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ല വലിയൊരു മാവെല്ലാം ഉണ്ട്. ഇപ്പോൾ നല്ല കായ്ക്കുന്ന മാവാണ് കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഫ്രണ്ടിലോട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ ആ ഭാഗത്തോട്ട് കാണുന്നത് കേട്ടോ. കണ്ടില്ലേ നമ്മൾ വണ്ടിയെല്ലാം കിടക്കണുണ്ടല്ലേ, ഫ്രണ്ടിൽ നമുക്ക് ടാറിങ് റോഡാണുള്ളത്. നമുക്ക് പയ്യന്നൂർ ടൗണിന് അടുത്ത് തന്നെ ആയില്ലേ, ഏകദേശം ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ 5 കിലോമീറ്റർ അല്ല, ഈ കോത്തായ്മുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ടൗൺ തുടങ്ങുകയാണ്. NH66 വെറും നടക്കാൻ ഏകദേശം ഒരു 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് NH66 എത്തുട്ടോ. എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ളൊരു കിടിലം പ്ലോട്ടാണ്. വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുന്നവർക്ക് എടുക്കാൻ പറ്റിയ കിണ്ണം കാഴ്ചൊരു മുതലാണ്. ടൗണിലാണോ എന്ന് ചോദിച്ചാൽ ടൗണിലാണ്. എല്ലാ സൗകര്യങ്ങളും ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. പിന്നെ നമുക്ക് മുസ്ലിം പള്ളി നമുക്ക് നടക്കാനുള്ള ദൂരത്തിൽ നമുക്ക് മുസ്ലിം പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോളേ ഇതിപ്പോൾ നമ്മളെ പ്ലോട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഒരു വീടൊക്കെ വെച്ച് താമസിക്കാണ്ട് വെള്ളം കിട്ടുമോ ഇല്ലൊക്കെ ഒരു സംശയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള വേറൊരു പ്ലോട്ടിനകത്താണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ഇവിടെ കിണറുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെള്ളം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കാം നമുക്ക്. കണ്ടില്ല നിങ്ങൾ, വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു ഏരിയ. ഇനിയിപ്പോൾ നമ്മൾ സാധാ കിണറാണെങ്കിലും ബോർവെല്ലൊക്കെ ആണെങ്കിലും ആക്കി കഴിഞ്ഞാൽ വെള്ളമെല്ലാം ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കോത്തായിമുക്കുന്ന വെറും 1 കിലോമീറ്റർ മാത്രത്തിൽ അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. ചുറ്റുപാടും കണ്ടില്ലെങ്കിൽ ഇഷ്ടം പോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്ലോട്ടിൻ്റെ വിലയും ഡീറ്റെയിലും അറിയാൻ ഓണറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ വേറെ കാര്യം പറയാനുള്ളത് വെച്ചാൽ ഈ ഒരു പ്ലോട്ട്, ഈ ഒരു 9.5 സെൻറ്റ് സ്ഥലം നിങ്ങളുടെ കൃഷി സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ കണ്ണൂർ ജില്ലയിലോ കാസർഗോഡ് ജില്ലയിലോ നിങ്ങളുടെ ഏതെങ്കിലും കൃഷി സ്ഥലമൊക്കെ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനും ഇതിൻ്റെ ഓണർ റെഡിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പ്ലോട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓണറുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മൾ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.